ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോഹയുടെ പെട്ടകം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം. നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേമും ഹാമും യാഫേത്തും നോഹയുടെ ഭാര്യയും അവരോടൊപ്പം അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ പ്രവേശിച്ചു. കർത്താവിന്റെ കൃപയിൽ നിങ്ങൾ ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെച്ചു. അവന്റെ അളവറ്റ സ്നേഹത്തിലേക്കും കരുണയിലേക്കും അനുകമ്പയിലേക്കും നിങ്ങൾ പ്രവേശിച്ചു. നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും നിങ്ങളെ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയും നിങ്ങളെ ഉയർത്തുകയും ചെയ്യും. മോശ ജനിച്ചപ്പോൾ ഫറവോന്റെ ക്രൂരമായ കൽപ്പനയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ അവന്റെ അമ്മ ഒരു ചെറിയ ഞാങ്ങണപ്പെട്ടിയുണ്ടാക്കി. ആ ചെറിയ പെട്ടകത്തിൽ കുഞ്ഞു മോശയ്ക്ക് മാത്രമേ ഇടമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നോഹ നിർമ്മിച്ച പെട്ടകത്തിൽ അവന്റെ മുഴുവൻ കുടുംബത്തിനും ഇടമുണ്ടായിരുന്നു. നോഹയും ഭാര്യയും ഷേമും ഭാര്യയും ഹാമും ഭാര്യയും യാഫേത്തും ഭാര്യയും എല്ലാവരും സുരക്ഷിതമായി അകത്തു സൂക്ഷിച്ചിരുന്നു. ഇന്ന് മറ്റൊരു പെട്ടകം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ജീവനുള്ള പെട്ടകമായ യേശു. അവനിൽ 1-8 പേർക്ക് മാത്രമല്ല, അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇടമുണ്ട്. ഇന്നും ഈ പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങളെ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. നോഹയുടെ കുടുംബം പെട്ടകത്തിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇന്ന് എവിടെയാണ്? നിങ്ങൾ പെട്ടകത്തിനകത്താണോ പുറത്താണോ? നിങ്ങൾ അത്യുന്നതന്റെ അഭയത്തിലാണോ? അതോ തുറന്ന ആകാശത്തിന് കീഴിൽ തുറന്നിരിക്കുകയാണോ? നിങ്ങൾ സർവശക്തന്റെ നിഴലിൽ വിശ്രമിക്കുകയാണോ? അതോ ലൗകിക സുഖങ്ങളുടെ ക്ഷണികമായ നിഴലുകളിൽ തഴച്ചു വളരുകയാണോ? നാം അന്ത്യകാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ വ്യക്തിക്കും ഒരു നിശ്ചിത അന്ത്യമുണ്ട്. അതുപോലെ രാഷ്ട്രങ്ങളും സർക്കാരുകളും ലോകവും ചരിത്രത്തിന്റെ താളുകൾ മറിക്കുക. നാഗരികതകൾ ഉയർന്നു വരുന്നു. നഗരങ്ങൾ തഴച്ചു വളരുന്നു. സാമ്രാജ്യങ്ങൾ ഉയർന്നു വരുന്നു. ശക്തരായ ഭരണാധികാരികൾ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് ഓരോന്നിനെയും അവസാനിപ്പിച്ചു. തിരുവെഴുത്ത് ലോകാവസാനം എന്ന് വിളിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പെട്ടകത്തിനുള്ളിൽ സുരക്ഷിതമായി തുടരാനുള്ള സമയമാണിത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരുമിച്ച് അതിൽ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോഹയുടെ കാലത്ത് കർത്താവ് ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിച്ചതുപോലെ ഇന്നത്തെ ലോകത്തെ തീക്കായി നീക്കിവെച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പുതുവർഷത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളെ തന്നെ പരിശോധിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ പെട്ടകമായ ക്രിസ്തുവിനുള്ളിലാണോ? ഏതെങ്കിലും പോരായ്മ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഉടനടി പരിഹരിക്കുകയും അവനിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 പത്രോസ് 4-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഗൗരവമുള്ളവരും ജാഗരൂകരുമായിരിക്കുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി പുസ്തകം 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 2-ാം അധ്യായം. ആമേൻ.